ഉപ്പുതറ വളകോട് പുളിങ്കട്ടയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടന്നു. വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ പുളിങ്കട്ട സെന്റ് ജോർജ് പള്ളി വികാരിയും മദ്യവിരോധന സമിതി ഇടുക്കി ജില്ലാ രക്ഷാധികാരിയുമായ ഫാദർ മാത്യു ചേരോലിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ഒന്നിക്കാം എന്ന പേരിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വർദ്ധിച്ചു വരുന്ന മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ എന്നിവയ്ക്കെതിരെ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ പുളിങ്കട്ട സെന്റ് ജോർജ് ചർച്ച് വികാരിയും മദ്യനിരോധന സമിതി ഇടുക്കി ജില്ലാ രക്ഷാധികാരിയുമായ ഫാദർ മാത്യു ചേരോലിൽ ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് കുടുംബങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി എത്ര ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ആ പരിശ്രമം നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് കുടുംബത്തിന്റെ സമ്പത്ത് ഇങ്ങനെ ചോർന്നു പോകുന്ന, ഈ തേങ്ങ ഇങ്ങനെ ചോർന്നു പോകുന്ന അവസ്ഥ മനസ്സിലാക്കാതെ ഈ എള്ളി ചോരുന്നതും പിടിച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യം പഠിക്കുന്നു. പുളിങ്കട്ട വാർഡ് മെമ്പർ നിഷ പ്രദീപിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ചും അതുമൂലം തകരുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെ കുറിച്ചുമുള്ള ക്ലാസുകൾ വാഗമൺ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പി റജി നയിച്ചു. മയക്കുമരുന്നിന്റെ സ്വാധീനത്താലാണ് അയാൾ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മകന് അമ്മയെ അങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുമോ? ഒട്ടേറെ ജീവനുകളാണ് ഈ മയക്കുമരുന്ന് എടുത്തു പോയത്. നിരവധിയായ ചെറുപ്പക്കാരാണ് ആത്മഹത്യ ചെയ്തു പോയത്. SNDP ശാഖാ സെക്രട്ടറിമാരായ TN ബാലകൃഷ്ണൻ, ബിജു ഭദ്രൻ, ഊരുമൂപ്പൻ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. PDS മെമ്പർ ജിജി റജി, പുളിങ്കട്ട സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PTA പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.